ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമുക്കൊരു കുട്ടി ഔട്ടിങ്ങിന് പോയാലോ വിത്ത് മൈ ഫാമിലി. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഫോർ മൈ ഫുഡ് ക്രേവിങ്സ്. ഇന്നലെ രാത്രിയിൽ ഇവിടെ വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ബിരിയാണി കഴിക്കാൻ. അപ്പോൾ ഞാൻ പപ്പേനോട് പോയി ചോദിച്ചു, നാളെ നമുക്ക് ബിരിയാണി കഴിക്കാൻ പോയാലോ എന്ന്. അപ്പോൾ പപ്പ പറഞ്ഞു, എന്നാൽ നമുക്ക് നാളെ പോകാമെന്ന്. അങ്ങനെ പോകുന്നൊരു കുട്ടി വ്ളോഗാണിത്. പിന്നെ ഇതിൻ്റെ അകത്ത് ബിരിയാണി കഴിക്കുന്നത് മാത്രമല്ല, വേറെ അല്ലറ ചില്ലറ കുറച്ച് സംഭവങ്ങൾ കൂടെ ഉണ്ട്. അപ്പം അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്ളോഗ് ഇരുന്ന് കാണണം. അപ്പം നമുക്ക് പോയി ബിരിയാണി കഴിച്ചിട്ട് വരാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗായ്സ്, ഞാനങ്ങനെ റെഡിയൊക്കെ ആയി. നമ്മൾ നേരെ ബിരിയാണി കഴിക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലെറ്റ്സ് ഗോ ഗൈസ്. ഇപ്പം ഞാൻ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗായ്സ്, എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഞാൻ ക്യൂട്ടായിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? കണ്ടോ, മുകളിൽ ഹെയർ ബാൻഡൊക്കെ വെച്ച് മുടിയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, നമുക്ക് ബിരിയാണി കഴിക്കാൻ പോകുന്നതിന് മുന്നേ ഒരു കുട്ടി ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ കടയിൽ കയറി ഷോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് പോയി ബിരിയാണി കഴിക്കാം. അപ്പോൾ ഇതേ ഗൈസ്, ഞങ്ങളങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കടയിലേക്ക് പോവാം. അങ്ങനെ ഇത് ഗായ്സ്, ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കാറിലേക്ക് കൊണ്ടുവച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മുടെ മെയിൻ സ്പോട്ട്. എന്തിനാണ് നമ്മൾ വന്നത്, അതിനു വേണ്ടി പോവാം. ലെറ്റ്സ് ഗോ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല ഗൈസ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കാണെങ്കിലും ഫുൾ റോഡ് പണിയായിരുന്നു. ഇപ്പം നമ്മൾ തിരിച്ച് പോകാൻ നോക്കിയപ്പോഴും ഫുൾ റോഡ് പണിയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു മുക്കത്ത് പോയിട്ട് ബിരിയാണി കഴിക്കാമെന്ന്. അപ്പം ഞങ്ങളങ്ങനെ മുക്കത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ ഗൈസ്, ഇതാണ് നമ്മുടെ ബിരിയാണി കട. നമ്മൾ ഇവിടെ നിന്നാണ് ബിരിയാണി കഴിക്കാൻ പോകുന്നത്. നമുക്ക് പോയി ബിരിയാണി കഴിക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതേ ഗൈസ്, നമ്മുടെ ബിരിയാണി എങ്ങനെ എത്തിയിട്ടുണ്ട്. നല്ല ചൂടുള്ള ബിരിയാണി. ഓ മൈ ഗോഡ്, എനിക്ക് കണ്ടിട്ട് തന്നെ വായിക്കകത്ത് വെള്ളം ഊറുന്നു. എനിക്കിങ്ങനെ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് എനിക്ക് ബിരിയാണി എടുക്കാൻ പറ്റുന്നില്ല. ഫോണൊന്ന് വെച്ചിട്ട് ഞാൻ മര്യാദയ്ക്ക് ബിരിയാണി ഒന്ന് കുടഞ്ഞെടുത്ത് എൻ്റെ പ്ലേറ്റിലേക്ക്. അപ്പോൾ ഇത് ഗൈസ്, ഞാൻ എൻ്റെ ഫുൾ ബിരിയാണി പാത്രത്തിലേക്ക് തട്ടിയിട്ടുണ്ട്. അവർക്ക് കഴിക്കാൻ തുടങ്ങി, എന്നെ കൂട്ടാതെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇത് ഗൈസ്, അവരെല്ലാം ഫുഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത്രയും കഴിച്ചു ഗൈസ്. എനിക്ക് ഇത് കൂടുതൽ പറ്റുന്നില്ല, എൻ്റെ വയറ്റിൽ സ്ഥലമില്ല. ഇത് കൂടുതൽ കഴിച്ച് എൻ്റെ വയറ് പൊട്ടിപ്പോകും ഗൈസ്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് ഫുഡ് ഓർഡർ ചെയ്യുക, ഡോണ്ട് വേസ്റ്റ് ഫുഡ്. പിന്നെ ഞാൻ കൈ വാഷ് ചെയ്യാൻ പോയപ്പോൾ അവിടെ മിറർ കണ്ട് നമ്മൾ വിടുമോ? പിന്നെ 2 പോസൊക്കെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഫുഡ് ക്രേവിങ്സ് തീർന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വയറ് ഫുള്ളായി. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓടിപ്പോയി ഷോപ്പ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, എനിക്ക് കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി എനിക്ക് കുറച്ച് സാധനങ്ങൾ മാളിൽ നിന്ന് മേടിക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയാണ് ഇപ്പോൾ പോകുന്നത്. അവർ കാറിൻ്റെ അവിടെ നിൽപ്പുണ്ട്, അവർ വന്നില്ല. ഞാൻ പെട്ടെന്ന് മേടിച്ചിട്ട് പോട്ടെ. ഈ വീഡിയോയ്ക്ക് എങ്ങനെ ഇത്രയും സ്പീഡ് കൂടിയെന്ന് എനിക്കറിയില്ല ഗൈസ്. ഞാൻ ഇട്ടതല്ല, സ്പീഡ് തന്നെ വന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. ഇപ്പം സ്പീഡില്ല, ഇപ്പം നോർമൽ സ്പീഡായി. നേരത്തെ വീഡിയോയ്ക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ സ്പീഡ് കൂട്ടിയതല്ല, തന്നെ അങ്ങനെ സ്പീഡിൽ വന്നതാണ്. അതെന്തില്ലാട്ടെ. അപ്പം നമുക്കിനി നേരെ തിരിച്ച് കാറിലേക്ക് പോവാം. അപ്പോൾ ഇത് ഗൈസ്, നമ്മളങ്ങനെ മാളിൽ നിന്നൊക്കെ പുറത്തിറങ്ങി കാറിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗൈസ്, അതാണ് മാള്. കാർ അവിടെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആ അറ്റത്താണ്. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇതേ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ റിക്സ് കൂട്ടൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ റിക്സ് കൂട്ടനെ കയറി തിരിച്ച് വീട്ടിലേക്ക് പോവാം. അവരിതേ നിൽക്കുന്നു ഗൈസ്, അവർ വരട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഇത് ഗൈസ്, നമ്മുടെ ഷോപ്പിങ്ങും ഫുഡടിയും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
മേടിച്ചതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ 2 ടോപ്പ് എടുത്തുള്ളൂ. അതിൽ ഒന്ന് ഈ ബ്ലാക്ക് ടോപ്പാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇട്ട് നോക്കിയൊന്നുമില്ല, ബട്ട് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ എടുത്തു. എനിക്ക് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ചേരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇതാണ് ഒന്ന്. ഇത് ക്രോപ്പ് ടോപ്പാണ് ഗൈസ്. ഇവിടെ ഓട്ടയാ. ഇങ്ങനത്തെ ഒരു ക്രോപ്പ് ടോപ്പ് എടുത്തു. പിന്നെ ഒരു ഹൂഡി എടുത്തു ഗൈസ്. ഇങ്ങനത്തെ ഹൂഡി ഇല്ലായിരുന്നു ഗൈസ്. അപ്പോൾ എടുത്തു. ഒരു ഹൂഡി ഉണ്ടായിരുന്നു, അത് പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൂടെടുക്കും. അപ്പോൾ ഇത് ഒരു മഴക്കാലത്തല്ല തണുപ്പുള്ളപ്പോഴൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഇത് പക്ഷേ അങ്ങനത്തെ അല്ല. കാൽവിൻ ക്ലൈൻ്റെ ഒരു ഹൂഡി. ഇതാണ് ഹൂഡി. തൊപ്പി. കാൽവിൻ ക്ലൈൻ എഴുതി വെച്ച ഒരു ഹൂഡിയാണ് ഗൈസ്. ഈ കളർ എങ്ങനെയുണ്ട്? ഞാൻ ബ്ലാക്ക് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു, ബട്ട് എനിക്കെല്ലാം ബ്ലാക്കാണ്. കൂടുതലും ഞാൻ ബ്ലാക്കാണ് എപ്പോഴും എടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് ഇത് എടുത്തതാണ്. വേറെ കുറച്ച് കളേഴ്സും കൂടെ ഉണ്ടായിരുന്നു, ബട്ട് അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരു കളർ എടുക്കണമെന്ന് വെച്ചാൽ ഇത് എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു കളറാണ്. അപ്പോൾ എടുത്തു. എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഫസ്റ്റ് ലുക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? രസമുണ്ടോ? എനിക്ക് ചേരുന്നുണ്ടോ? ഇതിനെല്ലാത്തിൻ്റെ ഉത്തരം നിങ്ങൾ താഴെ കമൻറ്റിലിട്ടേരെ, ഞാൻ നോക്കിക്കോളാം. ഇതാണ് എൻ്റെ സെക്കൻഡ് ലുക്ക്. എങ്ങനെയുണ്ട്? എനിക്ക് കൂടുതലും ബ്ലാക്ക് ടോപ്പാണ് കേസ് ഉള്ളത്. അപ്പോൾ ഇതും അതിലൊരെണ്ണമാണ്. കൊള്ളാവോ? ഇത് വേനൽക്കാലത്തൊക്കെ ഇടാൻ നല്ലതാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ 2 ലുക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.